Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ക്യാപ്റ്റൻ ലീവായ് ആണെങ്കിൽ ഇപ്പൊ ഹീറോയോട് ചോദിക്കും, സത്യം പറയും നിന്റെ ലക്ഷ്യം അതെന്താ? അതിന് ഹീറോ പറയും, എന്റെ ലക്ഷ്യം ആ ടൈറ്റൻസിനെ എല്ലാം കൊന്നെടുക്കണം, കോപ്സിൽ ഒരു മെമ്പറായി മാറണം. അത് കേട്ട് ലീവായി പറയും, ഇവനെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നൊന്നുമില്ല, പക്ഷെ എങ്കിലും ഇവന്റെ റെസ്പോൺസിബിലിറ്റി അത് ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇവൻ നമുക്കെതിരെ തിരിഞ്ഞാൽ ആ നിമിഷം ഇവനെ ഞാൻ കൊല്ലും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ വാൾ സേനയ്ക്കകത്തുള്ള ആൾക്കാരൊക്കെ ഭയന്നിരിക്കുകയാണ്. ട്രസ്റ്റ് നഗരത്തിലെ ആ വലിയ കവാടം അത് ടൈറ്റൻസ് തകർത്ത് കളഞ്ഞത് അവരും ഇതിനോടൊക്കെ അറിഞ്ഞിരിക്കുന്നു. ആളുകൾ എത്രയും വേഗം ഇവിടേക്ക് കടന്നു വരും. പിന്നീട് ഇവിടെയും ഭക്ഷ്യക്ഷാമം ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ പരസ്പരം അവരുടെ ടെൻഷൻ അത് പങ്കുവെക്കും. അതേസമയം ഇവിടെയുള്ള ജനങ്ങൾക്കാണെങ്കിൽ അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ടൈറ്റനെ അവർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞുവെന്ന്. മറ്റൊരു ഭാഗത്ത് ഇപ്പോ സോൾജേഴ്സിനെ കാണിക്കും. സോൾജേഴ്സ് ആണെങ്കിൽ പരസ്പരം പറയും, എന്തൊക്കെ വന്നാലും ആ പയ്യൻ അവനൊരു ടൈറ്റൻ തന്നെയാണ്, നമ്മളുടെ കൂടെ സർവേ കോപ്സിൽ അവനൊരു ടീമാക്കി മാറ്റാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. കട്ട് ചെയ്ത ഇപ്പൊ അവരുടെ എല്ലാവരുടെയും തലവനായിട്ടുള്ള കമാൻഡർ അവിടേക്ക് വരും. കമാൻഡർ എർവിൻ സ്മിത്ത് ആണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തോട് പറയും, സത്യത്തിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലും ശരിയല്ല, എനിക്ക് അങ്ങയോട് സംസാരിക്കാനുള്ള യോഗ്യത ഇല്ല. മൊട്ട കമാൻഡർ ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, നമ്മുടെ സുപ്രീം കമാൻഡർ അദ്ദേഹം എത്തിക്കഴിഞ്ഞു, അദ്ദേഹമാണ് എർവിന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കുക, അവൻ ആരുടെ കയ്യിലേക്ക് പോകണം, അവന്റെ വിധി, ഫ്യൂച്ചർ എന്തായി തീരണം, അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലെ തീരുമാനം പോലെയാണ്. അദ്ദേഹം നിസ്സാരക്കാരനായ ഒരു ഭരണാധികാരി അല്ല. പ്രതികൂലവും അനുകൂലവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ കൃത്യമായിട്ട് അപഗ്രഥിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തുക. സത്യത്തിൽ എറിനെ കൊല്ലുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. മിലിറ്ററി പോലീസിനെ കൊണ്ട് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ട്. തന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? അതിന് കേട്ട് ആള് പറയും, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്കും തോന്നുന്നില്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റും പോലെ ചില കാര്യങ്ങൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറയും. അത് കേട്ട് നമ്മുടെ പിക്സസ് മൊട്ട ആളാണെങ്കിൽ, ഓ നീയും എന്നെ പോലെ തന്നെയാണല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ച് അവിടുന്ന് കടന്നുപോകും. കട്ട് ചെയ്ത ഇവിടെ ചുന്ദരി പെണ്ണും മഞ്ഞമുടിയൻ ആർമിനും അവരാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഹീറോയെ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന കാര്യം അതറിഞ്ഞു കഴിഞ്ഞു. അത് കേട്ട് ചുന്ദരിപ്പെണ്ണിനാണെങ്കിൽ ഒരുപാട് ഷോക്ക് തോന്നും. അർമിനാണെങ്കിൽ അവളോട് പറയും, അതെ അവനെ കൊല്ലണോ അതോ അവന് ജീവിക്കാനായിട്ട് അനുമതി കൊടുക്കണോ എന്നതിനു വേണ്ടിയാണ് ഈ ഒരു വിചാരണ. അവരങ്ങനെ ആ കാര്യങ്ങൾ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ മറ്റൊരു ഓഫീസർ അവിടേക്ക് വന്ന് അർമിനോടും ചുന്ദരിപ്പെണ്ണിനോടും അവരുടെ രണ്ടുപേരോടും വിചാരണ സമയത്ത് അവിടേക്ക് ഹാജരാവാനായിട്ട് പറയും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഹീറോയെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. ഹീറോ ആണെങ്കിൽ അവിടെയുള്ള സോൾജിയേഴ്സിനോട് തനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറയും. അത് കേട്ട് ഒരു സോൾജിയർ ആണെങ്കിൽ അവനോട് പറയും, നീ അല്പം മുൻപല്ലേ ബാത്റൂമിൽ പോയത്? ഉടനെ ഹീറോ എനിക്കൊരല്പം വെള്ളം വേണമെന്ന് ആവശ്യപ്പെടും. പിന്നെ അവരാണെങ്കിൽ പല്ല് കടിച്ച് മര്യാദയ്ക്ക് നീ അവിടെ മിണ്ടാതിരിക്കാനായിട്ട് പറയും. ഹീറോയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നുകയാണ്. എങ്കിലും തന്നോട് എന്തിനായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്? താൻ എല്ലാവർക്കും നന്മ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. എന്റെ ഫ്രണ്ട്സ് അവർക്കിപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? തന്നോട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പോഴും ജീവനോടുകൂടെ ഉണ്ടായിരിക്കുമോ? കമാൻഡർ അവസാനമായി അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച കാര്യം അതെല്ലാം അവൻ ആലോചിക്കും. അടുത്ത നിമിഷം ആഞ്ചി സായ എന്നും മിക്കി സക്കറേക്കെന്നും പേരുള്ള രണ്ട് ഓഫീസേഴ്സ് അവിടേക്ക് വന്ന് ഇപ്പൊ ഹീറോയെ കൂട്ടിക്കൊണ്ടു പോവാണ്. മിക്കി സക്കറേക്കാണെങ്കിൽ ഇപ്പൊ ഹീറോയെ സ്മെല്ല് ചെയ്യും. ഹീറോയ്ക്കാണെങ്കിൽ അല്പം അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അതിന് സോയ പറയും, ആദ്യമായിട്ട് കാണുന്നവരോടൊക്കെ അവൻ ഇങ്ങനെയാണ്, ഒന്നവരെ സ്മെല്ല് ചെയ്ത് നോക്കൂന്ന് പറഞ്ഞ് വിചാരണ നടക്കുന്ന റൂമിലേക്ക് ഹീറോയെ തള്ളിവിട്ട് ഡോറ് ക്ലോസ് ചെയ്യാണ്. ഹീറോ ആണെങ്കിൽ ചുറ്റും നോക്കും. ഇവിടെയാണ് വിചാരണ നടക്കുന്നതെന്ന് നമ്മുടെ ഹീറോ മനസ്സിലാക്കും. ആക്ച്വലി മിലിറ്ററിയായി ബന്ധപ്പെട്ട ക്രൈമുകളെല്ലാം തന്നെ ഈ ഒരു കോടതിയിൽ വെച്ചാണ് അതിന് വിധി ഉണ്ടാകുക. 3 മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെയും വിചാരണയും ശിക്ഷാവിധിയും അതെല്ലാം തന്നെ ഡിഫറൻ്റ് ആയിരിക്കും. സുപ്രീം കമാൻഡർ ആയിരിക്കും വിധി പറയുക. എറിനാണെങ്കിൽ ചുറ്റും നോക്കും, തനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോന്ന് അവനങ്ങനെ പരുതുകയാണ്. അപ്പൊ അവൻ കാണും അവന്റെ 2 ഫ്രണ്ട്സ് അവരവിടെ തന്നെ ഉണ്ട്. ഇവിടെ സുപ്രീം കമാൻഡർ ആണെങ്കിൽ അവന്റെ ചാർജ് ഷീറ്റ് വായിക്കും. എറിൻ, ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്, സോ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച് താൻ ജീവിക്കണോ മരിക്കണോ എന്ന് ഞാനായിരിക്കും തീരുമാനിക്കുക. തനിക്കതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അതിന് ഹീറോ ആണെങ്കിൽ ഒന്നും പറയാനില്ല എന്ന് മറുപടി പറയും. നീ ഈ കാര്യങ്ങളെല്ലാം വളരെ വേഗം മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമാണ്. ആക്ച്വലി നീ ഒരു ടൈറ്റനാണോ മനുഷ്യനാണോ എന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പ് വന്നിട്ടില്ല. അത് ഒരുപാട് കാലത്തേക്ക് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനും കഴിയില്ല. നിന്റെ ഇനിയുള്ള റെസ്പോൺസിബിലിറ്റി അത് സർവേ കോപ്സ് ആണോ അതോ മിലിറ്ററി ഫോഴ്സ് ആണോ തിരഞ്ഞെടുക്കേണ്ടത്, നിന്നെ ആരാണ് ഇല്ലാതാക്കാൻ പോകുന്നത് എന്നതെല്ലാം തന്നെ ഈ ഒരു വിധിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ടേക്ക് പോവുക. മിലിറ്ററി ഫോഴ്സിലെ കമാൻഡർ ആണെങ്കിൽ ഇത് കേട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയും, ആക്ച്വലി ഇവൻ നമുക്ക് എല്ലാവർക്കും വലിയൊരു ഭീഷണി തന്നെയാണ്. ടൈറ്റനുമായിട്ട് ഇവൻ ഫൈറ്റ് ചെയ്തുവെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഇവനും പൂർണ്ണമായിട്ട് ഒരു ടൈറ്റനായി മാറാം. അങ്ങനെ സംഭവിച്ചുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ ഇവൻ വലിയൊരു വെല്ലുവിളിയായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവനെ കൊന്ന് ഇവന്റെ ശരീരം അത് റിസർച്ചിന്
ഉപയോഗിച്ചതിന് ശേഷം മറവ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം ഇപ്പോൾ സർവേ കോപ്സിന്റെ കമാൻഡർ ആയിട്ടുള്ള എർവിൻ സ്മിത്ത് ആണെങ്കിൽ ഇപ്പോൾ എർവിനെ കുറിച്ച് പറയും. എർവിനെ സർവേ കോപ്സിലെ അംഗമാക്കി വാൾമരിയ അത് ഞങ്ങൾ തിരികെ പിടിക്കും. അത് കേട്ട് എല്ലാവരും ഞെട്ടും. അത് കേട്ട് കമാൻഡർ ആണെങ്കിൽ അവരുടെ പ്ലാൻ വിശദമായിട്ട് പറയാനായിട്ട് പറയും. ഉടനെ അവനാണെങ്കിൽ മറുപടി പറയും, ഞങ്ങൾ കാർണൈസ് നഗരത്തിൽ നിന്നായിരിക്കും ഞങ്ങളുടെ പ്ലാൻ ആരംഭിക്കുക. റോഷ്നയിൽ നിന്നുള്ള ഈ റൂട്ട് അതിലൂടെ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് കേട്ട് മറ്റൊരാളാണെങ്കിൽ വിളിച്ചു പറയും, തകർന്ന ഗേറ്റുകളെല്ലാം ഇതുപോലെ അടയ്ക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ആ ടൈറ്റൻസിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ടൈറ്റൻസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും. ഉടനെ ചില റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവനെതിരെ സംസാരിക്കും. ഈ സർവേ കോപ്സ് അവർ ശരിക്കും വിട്ടികളാണ്, ഇവനെ പോലൊരു ടൈറ്റനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ്. അത് കേട്ട് അവൻ പറയും, ഇപ്പോഴും ജീവനോടുകൂടി ഇരിക്കുന്നതിന് കാരണക്കാര് ഞങ്ങളെപ്പോലുള്ള സർവേ കോപ്സ് ആണ്. ഇനിയും ഒരുപാട് ഗേറ്റുകൾ അടയ്ക്കാനായിട്ടുണ്ട്. അതിന് അവന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവനെ സർവേ കോപ്സിലേക്ക് ആവശ്യമാണ്. പിന്നെ തർക്കം അങ്ങനെ മൂർച്ഛിച്ചു വരുന്ന കണ്ട കമാൻഡർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. ഇവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പാടില്ല. ഇവിടെ അൾട്ടിമേറ്റ് ആയിട്ട് തീരുമാനം എടുക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞ് കമാൻഡർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹീറോയെ നോക്കും. നിന്നെക്കൊണ്ട് ഒരു ടൈറ്റനായി മാറി മനുഷ്യകുലത്തെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും ടൈറ്റൻസിനെ തുരത്തി ഓടിക്കാനും സർവേ കോപ്സിലെ ഒരു മെമ്പറായി നിൽക്കാനും കഴിയുമോ? അത് കേട്ട് ഹീറോ ആണെങ്കിൽ എന്നെ കൊണ്ട് കഴിയും എന്ന് മറുപടി പറയും. ഉടനെ കമാൻഡർ ആണെങ്കിൽ ഒരു പേപ്പർ എടുത്ത് മുൻപോട്ടേക്ക് വെക്കും. സത്യത്തിൽ നീ തുടക്കത്തിൽ ടൈറ്റനായി മാറിയപ്പോ സുന്ദരി പെണ്ണിന് നേരെ തിരിഞ്ഞ് അവൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ കാണുന്നത്. അത്തരത്തിൽ ടൈറ്റൻസ് നിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന അവസ്ഥ അത് സംഭവിക്കുന്നുണ്ട്. ചുന്ദരി പെണ്ണാണെങ്കിൽ അത് കേട്ട് ഷോക്കായി റെയ്ക്കോയെ നോക്കും. റെയ്ക്കോ ആണെങ്കിൽ അവളോട് പറയും, എനിക്ക് സത്യസന്ധമായ റിപ്പോർട്ട് മാത്രമേ കൊടുക്കാനായിട്ട് കഴിയൂ. ഇവിടെ കമാൻഡർ ആണെങ്കിൽ ചുന്ദരി പെണ്ണിനെ നോക്കും. ഈ റിപ്പോർട്ടിലുള്ളത് ശരിയാണോ? ഇവൻ ടൈറ്റ് ആയതിനു ശേഷം നിന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചോ? അവളാണെങ്കിൽ ഒരു സെക്കൻഡ് ആലോചിക്കും. അതിന് റെയ്ക്കു അവളോട് പറയും, സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ നിന്റെ കുത്തിന് തന്നെയായിരിക്കും അത് വലിയ ആപത്തായി മാറുക. അതിന് അവള് പറയും, അതെ, അങ്ങനെ ഒന്ന് സംഭവിച്ചു. അത് കേട്ട് ഹീറോ ഞെട്ടുകയാണ്. അവനാണെങ്കിൽ കൺട്രോൾ പോയപ്പോ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഷോക്കായിട്ട് അവളെ തന്നെ നോക്കും. ഞാൻ അവനെ കൊല്ലാൻ ശ്രമിച്ചുവെന്നോ? എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അവളാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും, അവൻ അങ്ങനെ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇതിനു മുൻപ് തവണ എന്റെ ജീവൻ രക്ഷിച്ചത് അത് അവൻ തന്നെയാണ്. സോ അവനെ കൊണ്ട് ഈസി ആയിട്ട് ടൈറ്റനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു തവണ ആ ടൈറ്റൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോ ആദ്യം എന്റെ ഫ്രണ്ട് അവനാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതിനുശേഷം പേരിംഗികളുടെ അറ്റാക്കിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് ദയവ് ചെയ്ത് അവനെ പണിഷ് ചെയ്യരുത്. അത് കേട്ട് ഫോഴ്സ് കമാൻഡർ ആണെങ്കിൽ വിളിച്ചു പറയും, ആക്ച്വലി അവർ രണ്ടുപേരും പറയുന്നത് വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ്. ആ പെൺകുട്ടിയുടെ പാരന്റ്സ് മരിച്ചതിന് ശേഷം അവൾ വളർന്നത് ബിഗറിന്റെ ഫാമിലിയിലാണ്. അതുകൊണ്ടാണ് അവൾ അവനെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മാത്രമല്ല അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ 3 പേരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും ചെറുപ്പത്തിൽ കൊന്നു കളഞ്ഞത് 3 ക്രിമിനൽസിനെ ആണെങ്കിൽ പോലും ചെറുപ്പത്തിൽ തന്നെ കൊല്ലാനുള്ള വാസന അത് അവരുടെ ക്രിമിനൽ മൈൻഡാണ്. സോ ഇത്തരത്തിൽ ടൈറ്റൻ സ്വഭാവമുള്ള ക്രിമിനൽ മൈൻഡുള്ള ഒരാളെ മനുഷ്യരുടെ ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണം ഏൽപ്പിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. മാത്രമല്ല ആ പെൺകുട്ടിയുടെ സ്വഭാവത്തിലും എനിക്ക് സംശയമുണ്ട്. അവളുടെ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കണം. അത് കേട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, എന്റെ കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്റെ ഉള്ളിൽ ഒരു ടൈറ്റൻ ഉണ്ട്. പക്ഷെ ആവശ്യമില്ലാതെ ഇത് തെറ്റും ചെയ്യാത്ത ആ പെൺകുട്ടിയെ അവളെ ഇതിലേക്ക് വലിച്ചയക്കാനായിട്ട് പാടില്ല. ഇതുവരെ ഒരു ടൈറ്റനെ പോലും നേരിട്ട് കാണാനോ നേരിടാനോ തയ്യാറാവാത്ത നിങ്ങൾക്കെങ്ങനെ ഇപ്രകാരം സംസാരിക്കാനായിട്ട് കഴിയും? നിങ്ങൾക്ക് ഭയമാണെങ്കിൽ എന്നെ അവിടേക്ക് പറഞ്ഞുവിട്, ഞാൻ അവറ്റകളുമായിട്ട് പോരാടാം. ഓൾറെഡി ഞാൻ അവറ്റകളെ തകർത്ത് പോരാടിയവനാണ്. എന്നെ കൊണ്ടത് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളെല്ലാവരും ഭീരുക്കളാണ്. എന്നെ പോലെ വലിയൊരു പോരാളിയെ നിങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിലൂടെ മനുഷ്യവംശത്തിന് തന്നെയാണ് വലിയൊരു നഷ്ടം ഉണ്ടാവുക. ആ ടൈറ്റൻസിന്റെ ആധിപത്യം അവറ്റകൾ ഉറപ്പിക്കും. അടുത്ത നിമിഷം ക്യാപ്റ്റൻ ലീവായി ആണെങ്കിൽ ചാടി വീണ് ഇപ്പൊ ഹീറോയെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി കൊല്ലുകയാണ്. അവൻ ചോര തുളുമ്പി താഴേക്ക് വീഴുന്നത് കണ്ട നമ്മുടെ ചുന്ദരി പെണ്ണ് എന്നാണെങ്കിൽ ലീവായി അറ്റാക്ക് ചെയ്യാനായിട്ട് ചാടി എഴുന്നേക്കും. ഉടനെ മഞ്ഞമുടിന് അർമിനാണെങ്കിൽ അവളെ പിടിച്ചിരുത്തുകയാണ്. ഇവിടെ മിലിറ്ററി പോലീസ് കമാൻഡർ ആണെങ്കിൽ വിളിച്ചു പറയും, ലീവായി നീ എന്തായി ചെയ്യണേ? ഇൻ കേസ് അവൻ ടൈറ്റനായി മാറിയ നിന്നെ അവൻ വെറുതെ വിടില്ല. അത് കേട്ട് ലീവായി പറയും, ഇതിപ്പോ പറ്റിയ അവസരമാണ്. ഇവനിപ്പോ ആവശ്യമുള്ളത് നല്ല ട്രെയിനിങ് ആണ്, അതാണ് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് നിർത്താതെ തല്ലും. ഉടനെ ക്യാപ്റ്റൻ എർവിൻ സ്മിത്ത് ആണെങ്കിൽ വീണ്ടും ഒരു റിക്വസ്റ്റോടെ വെക്കും. ക്യാപ്റ്റൻ ലീവായോടൊപ്പം മതിലിന് പുറത്തേക്ക് പോകാൻ അവനെ അനുവദിക്കണം. എങ്കിൽ മാത്രമേ അവന്റെ ടൈറ്റന്റെ മുഴുവൻ ശക്തിയും മനസ്സിലാക്കാനായിട്ട് കഴിയൂ. ഈ രാശിക്ക് ഇവനൊരു അപകടമാണോ എന്ന് അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. ഉടനെ സുപ്രീം കമാൻഡർ ആണെങ്കിൽ ഇപ്പോ ലീവായോട് നിനക്കവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അതിന് ലീവായി പറയും, അതെ, എനിക്കവനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഒരു കോപ്പ് സോൾജിയർ ആണെങ്കിൽ
അവന്റെ പരിക്ക് പറ്റിയ മുറിവുകളിൽ മരുന്ന് വെക്കുകയാണ്. സോ കെവിൻ സ്മിത്തും ലീവായും ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. ഐ എം സോറി, ഞങ്ങളോട് നീ ക്ഷമിക്കണം. ഇതല്ലാതെ മറ്റൊരു വഴി ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നില്ല. നീ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കില്ലേ ഈ ടൈറ്റൻസിനെ തോൽപ്പിക്കാൻ? ഹീറോ ആണെങ്കിൽ തല താഴ്ത്തും. അവിടെ അതല്ലാതെ മറ്റൊരു വഴിയും ഇല്ലായിരുന്നുവെന്ന് എനിക്കറിയാം. നിങ്ങളോട് എനിക്ക് യാതൊരു പിണക്കവും ഇല്ല. ഈ ജനങ്ങളെ രക്ഷിക്കാനും ടൈറ്റൻസിനെ ഇല്ലാതാക്കാനും എന്റെ ടൈറ്റൻ പവർ നിങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കാൻ തരാം. എർവിനാണെങ്കിൽ ദേഷ്യപ്പെടും. നിന്റെ അറ്റാക്കിൽ അവന് നഷ്ടപ്പെട്ടത് അവന്റെ ഒരു പല്ലാണെന്ന് പറയും. സോയയാണെങ്കിൽ ഇപ്പോ അവിടെ വായിലേക്ക് നോക്കും. അവിടെ എന്തോ ഒന്ന് കണ്ട് അവൾ അങ്ങനെ ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.